ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക് വെൽക്കം. വെൽക്കം. എല്ലാവരും എവിടുന്നാ? എന്റെ പേര് ബിന്ദു പ്രകാശ്. ഞങ്ങൾ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. എന്റെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളും എന്റെ വാർഡ് അംഗങ്ങളുമാണ് വന്നിരിക്കുന്നത്. സൂപ്പർ. അപ്പോ ഒരുപാട് സമ്മാനങ്ങളും കൊണ്ടേ പോകാൻ പാടുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിലേക്ക് കിടക്കാം. ആദ്യം ഇവിടെ സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിലെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടു പരിചയിച്ച ഒരു മുഖമാണ്. മലയാളത്തിലെ ഒരു നല്ല നായിക നടിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നായിക നടിയാണ്. ഒപ്പം ഒരു സഹോദരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരെയും ഒന്നിച്ചിങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സൗമ്യ മേനൻ ആൻഡ് സഞ്ജന സുരേഷ്. സൗമ്യ വെൽക്കം, സഞ്ജന വെൽക്കം. പ്ലീസ് വരൂ. സൗമ്യ, സഞ്ജന വെൽക്കം. താങ്ക് യു ഏട്ടാ, താങ്ക് യു. സൗമ്യ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? സുഖാണോ? അടിപൊളിയായിട്ട് പോണു. സൗമ്യ പിന്നെ ദുബായ്ക്കാരിയാണ്. അതെ, നമ്മള് ഒരേ നാട്ടുകാരാണ്. അതെ. എന്നിട്ട് ഇപ്പൊ ടോട്ടലി ഇവിടെ ഷിഫ്റ്റ് ആയോ സൗമ്യ? അതോ ഞാൻ ഓൾമോസ്റ്റ് നാട്ടിലേക്കായി. ആണല്ലേ? ദുബായിലുണ്ട്. വർക്ക് വരുമ്പോ ട്രാവൽ ചെയ്തോണ്ടിരിക്കും. ഏതൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോ കന്നഡ ഒരു എല്ലാം പാൻ ഇന്ത്യ മൂവി കംപ്ലീറ്റ് ആയി. ഹണ്ടർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഹണ്ടർ ഓൺ ഡ്യൂട്ടി. പിന്നെ ഒരു കന്നഡ ബൈലിംഗിൾ മലയാളം സ്റ്റാർട്ട് ചെയ്യാൻ പോണു. തെലുഗു ഫോക്കസ് അങ്ങനെയില്ല ഏട്ടാ, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന. പിന്നെ ഒരു തെലുഗു മൂവി ഇപ്പോ റിലീസ് ആവും. കസിൻ ആണല്ലേ? റിലേറ്റീവ് ആണ്. സഞ്ജന, ഹലോ, എന്ത് ചെയ്യുന്നു സഞ്ജന? ഞാൻ ബികോം കഴിഞ്ഞ് ഇപ്പൊ അൺഎംപ്ലോയിഡ്. പണിയൊന്നുമില്ല. ബികോം കഴിഞ്ഞ് പണിയൊന്നുമില്ല. അടുത്ത പഠിക്കാനാണോ പ്ലാൻ അതോ ജോലി നോക്കാനാണോ? പഠിക്കണം, എവിടെയെങ്കിലും എത്തണം. എവിടെയെങ്കിലും ഒക്കെ എത്താനുള്ള ഒരു ആഗ്രഹം. എവിടെയാണ്? ഞാൻ അപ്പോ എന്തായാലും ഇവർക്ക് എതിരാളികളുണ്ട്. ഇവർക്ക് എതിരാളികളായിട്ട് വരുന്നത് ഓഡിഷനിൽ സെലക്ട് ആയിട്ടുള്ള രണ്ടുപേരുണ്ട്. രണ്ട് സുഹൃത്തുക്കളാണ്. കോഴിക്കോടും കോട്ടയത്തു നിന്നുമുള്ള രണ്ട് സുഹൃത്തുക്കൾ. ലെറ്റ്സ് വെൽക്കം ആവണി ഷാജു ആൻഡ് ഹരിത ഹരിദാസ്. ഓ, നിങ്ങൾ പൊളിച്ച് ഡാൻസ് അടിപൊളിയാണ്. സൂപ്പർ. അപ്പോ ആവണി, ഹരിത. ആവണി എന്ത് ചെയ്യുന്നു? ആവണി, ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റുഡന്റ് ആണ്. ശരി. മലപ്പറമ്പ് ഗവൺമെന്റ് കോളേജില് സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഇനി എക്സാം ഉണ്ട് 2 weeks കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നടക്കണ്ടോന്നൊക്കെ ഉള്ളതല്ലേ? കിട്ടിയാല് കിട്ടുമല്ലോ, ഉറപ്പായിട്ടും. പഠിക്കുമല്ലേ? അപ്പൊ എന്തായാലും കിട്ടും കേട്ടോ. അവിടെ തന്നെയാണോ? കോഴിക്കോട് തന്നെയാണോ? കോഴിക്കോട് തന്നെ, ചാത്തമംഗലം NIT എടുത്ത്. ഈ കോട്ടയം കാര്യമായിട്ട് എങ്ങനെ പരിചയപ്പെട്ടു? ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കുന്നത് അതാണ് നമ്മുടെ കോഴിക്കോട് ഓഡിഷന് വന്നത് അല്ലേ? ഓക്കെ. അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് സെയിം സ്ഥലത്ത് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണ്. ശരി. അപ്പോ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് കുറെ ഗെയിംസ് നമ്മുടെ മീനാക്ഷി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കളിക്കാൻ തയ്യാറായിട്ടല്ലേ വന്നേക്കുന്നേ? തുടങ്ങല്ലേ അല്ലേ? ആഘോഷം തുടങ്ങാൻ പോവാണ്. അപ്പൊ റൗണ്ട്സിലേക്കാണ്. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. അപ്പൊ ഓപ്പൺ ചോദ്യമാണ് രണ്ടുപേർക്കും. രണ്ടുപേരിൽ ആർക്കും ഉത്തരം അറിയാമെങ്കിലും പ്രസ് ചെയ്ത് ഉത്തരം അങ്ങ് പറഞ്ഞോണം കേട്ടോ. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. കടലിലും പുഴയിലും ഇല്ലാത്ത വാള ഏതാണ്? വാള എന്ന് പറഞ്ഞ മീനൊക്കെ കണ്ടില്ലേ? കടലിലും പുഴയിലും ഇല്ലാത്ത വാള ഏതാണ്? കുസൃതി ചോദ്യം. വാള. കുപ്പിവള. വളയല്ല, വാള. വാള. ഓക്കെ, കുപ്പി വാള എന്നാണോ? അവിടെ സവാള. കണ്ണ, ഹെൽത്ത് ഇൻസ്പെക്ടറെ കണ്ണ. ആരാ പോകുന്നത് ഷോപ്പ് ചെയ്യാൻ? ഹരിതയാണോ നല്ല ഷോപ്പ് ചെയ്യുന്ന ആള്? ഗ്രോസറി ഐറ്റംസ് ഒക്കെ അറിയാം. ഇലക്ട്രോണിക് ആവുമ്പോ നമ്മൾ പോകാന്നാണോ? ഓക്കെ, ഹരിത റെഡി? ഞാൻ പറഞ്ഞിട്ട് കേട്ടാ. ഓടു വാരു നേടു ഗോ. സമയം കളയരുത് കേട്ടോ. 5 seconds പോയി. ശ്രദ്ധിച്ചെടുക്കുക. മാഗി ആദ്യം എടുത്തു കേട്ടോ. അതെന്താ സാധനം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, 15 സെക്കൻഡ് ഇനി ബാക്കിയുണ്ട്. ശ്രദ്ധിച്ചെടുക്കുക. 1000 രൂപയ്ക്ക് മുകളിൽ പോയാൽ ഒന്നും തിരിച്ചു തരില്ല. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. വേണ്ടേ? സമയമുണ്ട്. 7, 6, 5, 4, 3, 2, 1. ആര് പറഞ്ഞ തിരിച്ചു പോയത്? മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടി. ചിലതിന്റെയൊന്നും മനസ്സിലായില്ല. ചിലതെടുത്തിട്ട് ഞാൻ തിരിച്ചു വെച്ചു. അറിഞ്ഞൂടാത്തോണ്ടല്ലേ? അതെ. പേടിക്കണ്ട, നമുക്ക് നോക്കാം. ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അതെ. അച്ചാർ. 99 രൂപയുടെ അച്ചാർ എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ,
നേരെ മാഗിയിലോട്ട് പോട്ടെ. മാഗി എത്രയുടെ നോക്കട്ടെ? 55. അപ്പോ 99 55 154 അല്ലേ? ആഹാ, കണ്ടോ? ആവശ്യമുള്ള സാധനങ്ങളാണെല്ലാം. എന്താ ചെയ്യാ? 168. അപ്പോ 322. ഓക്കേ, സ്ക്വാഷ് ആണോ? ഫ്രൂട്ട് ക്രഷ് 170. ഇനിയുണ്ട് പൈസ. ഒരു ചാൻസ് കൂടി തരുമോ? റാഗി ആവശ്യമുള്ളതാണോ? വേണ്ടി വന്നാൽ. വലിയ ആവശ്യമില്ല. വേണ്ടി വന്നു. ആരോഗ്യത്തിന് നല്ലതാണ്. ആ അതെ അതെ അതെ, അതെനിക്ക് മനസ്സിലായി. ഹെൽത്ത് ഇൻസ്പെക്ടർ 60. വളരെ സില്ലിയാക്കി കളഞ്ഞു. വളരെ കുറവേ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടി 592. ആ തിരിച്ചു വെച്ച സാധനങ്ങളൊക്കെ വെക്കാനുള്ളായിരുന്നു. പൈസ കൂടിയാലോ ഇത് പേടിച്ചിട്ട് ചെയ്താ അല്ലേ? 592. കുഴപ്പമില്ല, ഇത് മുഴുവൻ കൊണ്ടുപോവാലോ. കൺഗ്രാചുലേഷൻ. ഓക്കെ സൗമ്യ, സഞ്ജന, അക്കൗണ്ട് തുറക്കണം. അടുത്തേലും അവർ ഓൾറെഡി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2. ഭൂമിയിൽ സ്ഥിര താമസക്കാരില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ്? ഇത് കുസൃതി ചോദ്യമല്ല കേട്ടാ. ഭൂമി സ്ഥിര താമസക്കാരില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം. അവിടെയാണ് പ്രസ് ആയത്. ഇവിടെ പ്രസ് ചെയ്തില്ല. അയ്യോ, പറയൂ. അന്റാർട്ടിക്ക. ആർട്ടിക് സർക്കിളിൽ വിട്ട് നിങ്ങൾ അന്റാർട്ടിക്ക മാത്രമേ പിടിച്ചുള്ളൂ. എന്താ കാര്യം? അടിച്ചു എന്താ നിങ്ങളുടെ ഉത്തരം? എന്തായിരുന്നു? വെള്ളമാണോ? ഭൂഖണ്ഡം. ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? വെള്ളം. ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭൂമിയുടെ ഒരു ഖണ്ഡം. ഇങ്ങനെ വരുമ്പോ ഭൂമിയുടെ ഒരു അടിയിലുള്ള ഒരു സൈഡിലുള്ള ഒരു ഖണ്ഡം. ഉണ്ടല്ലോ. ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റ്. അപ്പോ ഉത്തരം അവര് പറഞ്ഞേക്കുന്നത് അന്റാർട്ടിക്ക അല്ലേ? അന്റാർട്ടിക്കയിൽ എന്തുകൊണ്ട് ആൾക്കാർ സ്ഥിരതാമസം ഇല്ലാത്ത? ഒരുപാട് ആൾക്കാർക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിച്ചൂടെ? കുറെ സ്ഥലമുള്ളതല്ലേ? -डिग्री. അല്ല, ടെമ്പറേച്ചർ ഡെയിലി കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ അവിടെ താമസിക്കാനുള്ള ടെമ്പറേച്ചർ ഐസ് ഏജ്, മൗണ്ടെയിൻസ് ഒക്കെ എപ്പോഴും മെൽറ്റ് ആയിട്ട്. സിനിമ കണ്ടിട്ടല്ലേ? ഇല്ല, സത്യം പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. പിന്നെ എന്നാലും ചോദിക്കണമല്ലോ, അവിടെ വെള്ളം പറയണം, കേൾക്കാൻ പറ്റുമായിരുന്നല്ലേ? ഓക്കെ, നിങ്ങൾ എങ്ങനെയാ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയേ? ഞങ്ങള് കോളേജിൽ എത്തിയതിനു ശേഷം. ആണ്. അതെ. നിങ്ങളുടെ കൂടെ ആരാ നന്നായിട്ട് പാട്ട് പാടുന്നത്? ഹരിത. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനലുണ്ടോ? ഉണ്ട്. എന്താണ് യൂട്യൂബ് ചാനലിന്റെ? എന്റെ പേര് തന്നെ. എന്താണ് യൂട്യൂബ് ചാനലിലെ കോണ്ടന്റ്? ഡെയിലി വ്ലോഗ്സ്. യാത്ര ചെയ്യോ ഒരുപാട്? വല്ലപ്പോഴൊക്കെ കോഴിക്കോട് ടു കോട്ടയം, കോട്ടയം ടു കോഴിക്കോടൊക്കെ. അത് നല്ല യാത്രയാണ്. അതെ, മീൻ മാർക്കറ്റിലൊക്കെ പോവുക, പച്ചക്കറി മേടിക്കുക, അമ്മേനെ കൂട്ടാൻ പോവുക. അതാണ് വ്ലോഗ്. അതെ, അല്ല അങ്ങനെയൊക്കെ ചെയ്തല്ലോ ഓരോരുത്തർ. പിന്നല്ലാതെ അങ്ങനെയാണ് നമ്മൾ തുടങ്ങണേ. അത് കഴിഞ്ഞിട്ട് വേണം ട്രെയിൻ യാത്ര കോഴിക്കോട് കോട്ടയം വരെ. അതാണ് മെയിൻ കണ്ടന്റ്. അത് കഴിഞ്ഞാൽ ബസ് യാത്ര കോഴിക്കോട് കോട്ടയം വരെ. അല്ല, ആഗ്രഹമുണ്ട് അത് നന്നായിട്ട് പോണെന്ന്. പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടൊരു ടൈം പഠിക്കാൻ കൂടിയല്ലേ? അത് കഴിഞ്ഞിട്ടൊക്കെ പതിയെ നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യണം. തുടങ്ങിയില്ലേ? അത് വളരെ നല്ല കാര്യം കേട്ടോ. അതെ. അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് ഇപ്പൊ പോയത്? നേരത്തെ ഹരിതയല്ലേ പോയത്? ഇനി ആവണി പോണം അല്ലേ? ആവണി ഷോപ്പിംഗ് പോട്ടെ. നിങ്ങൾക്ക് ഇനി ഷോപ്പിംഗ് ഒന്നും ഇല്ലേ? ഓക്കെ, ആവണി റെഡി അല്ലേ? റെഡി. ഓടു, വാരു, നേടു, ഗോ. ഓടി വരൂ ആവണി, ഓടി വരൂ. പിടിച്ചോ. എന്ത് വേണം എടുക്കാം? എന്ത് വേണം എടുക്കാം. പക്ഷെ 1000 രൂപയിൽ കൂടരുത്. അങ്ങോട്ടേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആർട്ടിക്കൊക്കെ വാരി എടുത്തിട്ടുണ്ട്. ഇത്രമാത്രം സോപ്പോ? ഓക്കെ, കഴിഞ്ഞോ? സമയമുണ്ട്. ഒരു 10 സെക്കൻഡും കൂടെ ബാക്കിയുണ്ട്. ഒരു 5 സെക്കൻഡേ ഉള്ളൂ. 7, 6, 5, 4, 3. വളരെ നല്ല വ്യത്യസ്തയായ ഷോപ്പിംഗ് ആണ്. നിങ്ങളത് കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ളതല്ലേ? പഞ്ചാര എങ്ങനെയുണ്ട്? വളരെ കുറവാണ്. ഗേൾസാ കൂടുതലും. ആണല്ലേ? മെജോറിറ്റി ഗേൾസ്. അതിൽ ഒരുപാട് വിഷമമുള്ള പോലെ സംസാരിക്കുന്നു. അതിലുള്ളവരാണെങ്കിലോ അല്ല, ഞങ്ങളിൽ പ്രായത്തിന് ചെറുതാന്നാ പറഞ്ഞേ. പ്രായത്തിൽ നിങ്ങളെക്കാൾ ചെറുതാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞല്ലേ, അപ്പൊ +2 കഴിഞ്ഞ പിള്ളേർക്ക് നമുക്ക് താല്പര്യമില്ല. പിന്നെ വന്നൊക്കെ ജൂനിയേഴ്സാ. അവര് വന്നപ്പോ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്ത്, കാണാനും പറ്റില്ല. എന്തുമാത്രം സങ്കടങ്ങളാണല്ലേ? അപ്പൊ പഞ്ചാരയുടെ വില നോക്കട്ടെ അല്ലേ? 30 രൂപ. ഓക്കെ, ആഹാ. മഞ്ച് ഒന്നായിട്ട് മാത്രം എടുത്തത് കൊണ്ട് ഇത് ഷെയർ ചെയ്ത് കഴിക്കേണ്ടി വരും അല്ലേ? അവക്ക് വേണ്ടെന്നാ പറഞ്ഞേ. ഇല്ല, 30, 20, 50 ആയി. ആരാ വീട്ടില് പാത്രം കഴുകുന്നേ? പാത്രം പറഞ്ഞ ഉടനെ ഹരിതയെ നോക്കിയല്ലോ. എന്റെ വീട്ടിൽ ഞാനാ. അതെ, 44. ഓ,
ഇപ്പൊ 100 തികയ്ക്കുന്നില്ല ഇതുവരെയും. 3 ഐറ്റം കഴിഞ്ഞു. താരണ്ടല്ലോ ഇനിയും. സോൾട്ട്, ഉപ്പ് 32. ഇപ്പൊ 100 കടന്നു. 120. ഓക്കെ, ബാത്റൂം കഴുകാൻ തീരുമാനിച്ചില്ലേ? 114. ഒരു ഹോസ്റ്റൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ജയം. 140. ഇപ്പൊ കൃത്യം 500 500. ഇപ്പൊ കൂടുതൽ പിടിക്കുമെന്ന് നോക്കാം നമുക്ക്. 78. 578. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് പോയി ഷോപ്പൊക്കെ ചെയ്ത് ക്ഷീണിച്ചാണെന്നുള്ളത് കൊണ്ട് ഒരു ഗ്ലൂക്കോൺ ഡി എടുത്തിട്ട് വന്നു. ഓക്കെ, 38. അപ്പൊ എല്ലാം കൂടി എന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് 1000 ആക്കിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. 616 രൂപയ്ക്കാണ് ഷോപ്പ് ചെയ്തിരിക്കുന്നത്. All these things are yours. അപ്പൊ നമുക്ക് നേരെ റൗണ്ട് 2ലേക്ക് കിടക്കാം. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. 2-1 അറിയാം. രണ്ടുപേർക്കും സെപ്പറേറ്റ് ചോദ്യങ്ങളാണ് കിട്ടുന്നത്. ഇത് പാസ്സാവില്ല. ഈ ചോദ്യം പാസ്സായാൽ അപ്പുറത്തെ ടീമിലോട്ട് പോകില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ നേരെ പോകുന്നത് ഓഡിയൻസിലേക്ക്. അപ്പൊ ഓഡിയൻസ്, ഇവര് രണ്ടുപേരും ഉത്തരം പറയാതിരിക്കാൻ പ്രാർത്ഥിക്കുക, എങ്കിലേ നമുക്ക് ചാൻസ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞ ഇവിടെ പാട്ട് പാടും കേക്കട്ടെ. ഞാനല്ല അവണിയുടെ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്. ഏതാണത്? ആവേശത്തിലെ രംഗണ്ണൻ വൈബ്. ഇവിടെ ഇരട്ടപ്പേര് രംഗണ്ണൻ. ക്ലാസ് ഫുള്ള് രംഗണ്ണൻ. എന്റെ ബർത്ത്ഡേ രംഗണ്ണന്റെ അതേപോലെ ഇനി സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. സ്വന്തമായിട്ട് വിളിക്കുന്ന രംഗണ്ണൻ. എവിടെ? കോഴിക്കോട് വെച്ചിട്ടാ? കോഴിക്കോട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പൊ മറ്റേ ലോറിക്കകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്തു? അയ്യോ, അങ്ങനെയൊന്നല്ല. അത്ര വലിയ ഗ്രാൻഡ് പരിപാടിയല്ല. കോസ്റ്റ്യൂം ഇട്ട് കേക്ക് മുറിച്ചു. എടാ മോനെ, അതെ, പാട്ടൊക്കെ സെറ്റാക്കി. ആ പാട്ട് പാടിയോ ഒന്ന്? വേണോ? ഒരുമിച്ച് പാട് കേക്കട്ടെ. നാടിന്നൻ മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലൂമിനാറ്റി. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഫസ്റ്റ് ചോദ്യം ഇങ്ങോട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1. ശ്രദ്ധിച്ച് കാണുക വീഡിയോനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം. വീഡിയോക്കകത്ത് ചിലപ്പം ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിച്ചു കാണാം. അപ്പൊ കാണാം, വീഡിയോ കാണാം. വീഡിയോ പ്ലീസ്. അതിൽ മനം തൊന്ന് പിറ്റേ ദിവസം ചാക്യാര് കൂത്തുപറയുന്ന അവസരത്തിൽ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിനകത്തുള്ള കളിത്തട്ടിൽ തുള്ളൽ എന്ന കലാരൂപം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ രാത്രി കൊണ്ടാണ് അദ്ദേഹം തന്റെ തുള്ളൽ കവിത രചിച്ചതെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതത്രയും വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. പല രാത്രികളിൽ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ കഥ ഒരവസരം വന്നപ്പോൾ അത് രംഗത്ത് അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഉറക്കത്തിൽ നിന്നുണ്ടായ ഒരു കലാരൂപമാണ് തുള്ളൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കേട്ടല്ലോ, മുഴുവൻ ശ്രദ്ധിച്ച് കണ്ടല്ലോ അല്ലെ? ഒരു കലാരൂപത്തെ കുറിച്ച് പറയുകയുണ്ടായി അല്ലേ? അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന ആളിനെ അറിയോ? കലാരൂപത്തിലുള്ള ആരെങ്കിലും ഇതെങ്ങനെ സാധിക്കും? അല്ലെ, നമുക്കൊരിക്കലും അത് ഗസ് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല. പുള്ളി ഒരിക്കലും ഒരു കലാലോകത്തുള്ള ഒരാളാണല്ലോ. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാം ശ്രദ്ധിച്ച് കണ്ടു. മറന്നുപോയാ ഇപ്പൊ പറഞ്ഞതെല്ലാം? ചേട്ടൻ അത് മറക്കാൻ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏത് പ്രശസ്ത വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്? കേട്ടിരുന്നു? പറഞ്ഞത് എന്താണെന്ന് കേട്ടിരുന്നല്ലോ. കേട്ടു, പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയല്ലേ, മനംനൊന്ന് അദ്ദേഹം പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പോയി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു കലാരൂപമാണ്. ഒരു രാത്രി കൊണ്ടുണ്ടായതാണ് ഈ കലാരൂപം. ആ കലാരൂപം കൂടി ഞാൻ പറയാം, അപ്പൊ കുറച്ചുകൂടി എളുപ്പമാവും. അദ്ദേഹം പറഞ്ഞ ഒരു രാത്രി കൊണ്ടുണ്ടായതാണ് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം എന്നുള്ളത് പറയുന്നത് തെറ്റാണ്. എത്രയോ നാളായിട്ട് അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാവ്യം അദ്ദേഹം എടുത്ത് കലയായിട്ട് അവതരിപ്പിച്ചതാണ്. അപ്പോ ആളാരാണെന്ന് മനസ്സിലായില്ലേ? ഓഡിയൻസിന് ലൈഫ് ലൈൻ അല്ല, അതൊരു ലൈഫ് ലൈൻ അല്ല. അതായത് എനിക്ക് പറ്റൂല ഓഡിയൻസിന് കൊടുത്തോന്നല്ലേ? ചോദിച്ചാ പറഞ്ഞ അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, തുള്ളൽ ഓട്ട തുള്ളലാണെന്ന്. അപ്പൊ ഇനി ആ ചോദ്യം തന്നെ ചോദിച്ചാൽ
എന്ന് ഉത്തരം പറയൂ. കുഞ്ചൻ തമ്പി. അതാരാണ്? ഈ കുഞ്ചൻ നമ്പി ആരാണ്? പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? സിനിമയൊന്നല്ല. കവിത എഴുതണ എന്റെ ദൈവം. അല്ല, കലയിലുള്ള ആരോ കലയിലുള്ള ആരാണോ? ദൈവമേ, ഞാൻ എങ്ങനെ തിരിച്ചു പോകും? ഈ കുട്ടിയെ തന്നെ കൂടെ കൊണ്ടുവരാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എല്ലാം വിധിയുടെ വിളയാ. കുഞ്ചൻ നമ്പ്യാര് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന്റെ ഉപജ്ഞാതാവ്. മലയാള ഭാഷയുടെ പിതാവൻ. പറയൂ അത്. മലയാള ഭാഷയുടെ പിതാവല്ലേ കുഞ്ചൻ നമ്പ്യാര്? വെറുതെ പറഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ മിഥുൻ ടെസ്റ്റ് ചെയ്തതാ. കുഞ്ചൻ നമ്പ്യാര് അല്ലേ? ഉറപ്പിക്കാം. കറക്റ്റാണ് ഉത്തരം. നമ്മുടെ നിലവറയിലോട്ട് പോകുമ്പോ ഇതിനെ കൂടി കൊണ്ട് അവിടെ ഇട്ടേക്കും. ആരാ പോകുന്നത് നിങ്ങളുടെ കൂട്ടത്തില് കളിക്കാൻ? സമയം നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനിക്കാം. ഓക്കെ, മീനാക്ഷി എന്താണ് ടാസ്ക്? 1 2 3 മീനാക്ഷി, കുഞ്ചൻ നമ്പ്യാർ ആരാ മീനാക്ഷി? ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ്. ഉറപ്പാണോ? ഉറപ്പാണ്. ആണ്. ആ, എന്തായാലും ഇപ്പോഴത്തെ ടാസ്ക് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. അതായത് ദാ ഇവിടെ കുറെ നമ്പേഴ്സും ഉണ്ട്. അതിനിങ്ങനെ ഒരു എന്താ ഇതിന് പറയുന്നേ? സ്റ്റെൻസിൽ. സ്റ്റെൻസിൽ അതുകൊണ്ട്. അപ്പം അതിനകത്തേക്ക് ഇതാ ഈ നമ്പർ ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മാത്രം മതി ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. 45 സെക്കൻഡ് ഉണ്ട്. അതിനുള്ളിൽ ടാസ്ക് തീർക്കുക. പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള കയ്യിലൊതുങ്ങാവുന്ന അത്രയും ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. സമയ ഓൾ ദി ബെസ്റ്റ്. ഓടൂ. ചെരുപൂരി ഓടൂ. ചുവന്ന റിബൺ. ഉത്തരം ഒന്നും പറയുന്നില്ലേ? സാധനത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. സമാധാനം. ഓടൂ, വാരൂ, നേടൂ, ഗോ. എളുപ്പമുള്ള ടാസ്ക് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. 5 യെസ് 2 ഓക്കെ 1 3 ഇല്ല ഇത് കറക്റ്റ് ആയില്ല. ഓക്കെ, വെരി ഗുഡ്. മാക്സിമം ഗിഫ്റ്റ് എടുക്കാം. 8 7 6 സമയം ഉണ്ടായിരുന്നു സമയം, പക്ഷെ കൈ നിറയെ സമ്മാനം കിട്ടിയില്ലേ? രണ്ടൊന്നാണോ? ആണല്ലേ? അതെ. അപ്പൊ രണ്ടുപേർക്ക് വേണ്ടിട്ട് എടുത്തു എന്നുള്ള ആ സൗമ്യയുടെ മനസ്സ് നമ്മൾ കാണാതെ പോരുത്. 2 ഹാൻഡ് ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഒപ്പം താഴെ കാണുന്ന സാധനം എന്താണ്? തേപ്പ് വെട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗമ്യ എടുത്ത എന്താ അറിയോ? ഫാനിന്റെ നടുഭാഗം മാത്രം എടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? സഞ്ജന, ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടിയോ? നേരത്തെ പറഞ്ഞ TV എന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലല്ലോ അല്ലേ? സഞ്ജനയ്ക്ക് എന്തായിരുന്നു അതിനകത്ത് താല്പര്യം? ഏതായിരുന്നു? കാറിലേക്കാണ് നോട്ടം. നോക്കിക്കോ, കുറച്ചേരം കൂടി നോക്കിക്കോ. അപ്പോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ചു കാണാം. ഒരു വീഡിയോ. കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം, കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം, കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം. വിജയം വരുക കർത്തിയപ്പള്ളി, പൊൻകുന്ന കവലം കരുനാപ്പൾ, അയ്മനം കുമ്മനം വേലൂർ ഞങ്ങളെ പൊന്നുന്ന പലവടക്കം പറയേ. കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം. കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. ഇടയ്ക്ക് കാണാൻ പോവാറുണ്ടോ? കാണാൻ പോവാറുണ്ട്. ക്വസ്റ്റ്യനിലൂടെ കിടക്കട്ടെ. എല്ലാം കണ്ടല്ലോ. എത്ര പേരുണ്ടായിരുന്നു എണ്ണിയല്ലോ. എന്തൊക്കെയായിരുന്നു അവരുടെ കയ്യിലുള്ളതെന്ന് കണ്ടല്ലോ. അവരിട്ടിരുന്ന വേഷം ശ്രദ്ധിച്ചു, എല്ലാം ശ്രദ്ധിച്ചു. പിറകെ എഴുതി വെച്ചിരുന്നതും കണ്ടു. കുഴപ്പമില്ല, ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. ചോദ്യം ഇതാണ്: കലാകാരന്മാരുടെ കൈകളിലുള്ള വസ്തുവിൽ നിന്ന് പേര് ലഭിച്ച ഈ കലാരൂപം ഏതാ? കളരിപ്പയറ്റ്. ഇപ്പൊ കണ്ട കലാരൂപം അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ? ഞങ്ങളുടെ നാട്ടിൽ ഈ ഡാൻസ് ഈ പരിപാടി. നമ്മുടെ നാട്ടില് കളരിപ്പയറ്റില്ല, ഡാൻസ്. ഇതൊന്നും കാണാത്ത സാധനങ്ങളാ. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സഞ്ജനയ്ക്ക് ഉത്തരം അറിയോ? ചോദിക്കണ്ട, ചോദിച്ചു മേടിക്കരുത്. സഞ്ജനയ്ക്ക് അറിയാം, വെറുതെ പറയാതിരിക്കുക. പറഞ്ഞു. കല. ക്ഷമിക്കണം. എങ്ങനെ സാധിക്കും? ഇവളിൽ ഇത്രയും കലാരൂപം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
പാസ് ചെയ്യട്ടെ, നിങ്ങൾക്ക് അറിയില്ല. ഒരു 2 സെക്കൻഡ് കൂടി. 2 സെക്കൻഡ് കൂടി. ആരെടുത്തെങ്കിലും ചോദിക്കാനുണ്ട്? അല്ല ഞങ്ങൾ ആ പരിചകൊട്ട്. അതല്ല, തെറ്റാണ്. ഞാൻ അതിലപ്പുറം പറയാം. പക്ഷെ നിങ്ങൾ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നും. പരിചയക്കളി. പരിചകളി. അത് പകിടകളി. ഞാൻ നമ്മുടെ ഓഡിയൻസിലോട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. നിങ്ങളുടെ ഇന്ന് പാസ്സായി ഓഡിയൻസിലോട്ട് കൊടുക്കാൻ പോവാ. ആരാ പറയണേ? പരിചമുട്ട്. പരിചമുട്ട്. പരിചകൊട്ടല്ല, പരിചമുട്ട്. ഒരക്ഷരല്ലേ മാറുള്ളൂ. അതല്ലേ പറ. ഇതിനപ്പുറം ഇതിൽ കൂടുതൽ എന്ത് തരാനാണ്? ചേച്ചിമാർക്ക് കൊടുത്തതാ. അങ്ങനെ ഒരു കലാരൂപമുണ്ട് കേട്ടോ. ആരെങ്കിലും ചോദിച്ച കലയെന്ന് പറയുന്നു. വരൂ, ഇങ്ങോട്ട് വരൂ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. പേരെന്താണ്? ഷീല. അയ്യോ, എന്റെ അമ്മയുടെ പേര് കേട്ടോ. ചോദിക്കട്ടെ, എന്ത് ചെയ്യുന്നു ഷീല ചേച്ചി? ഹരിതകർമ്മയിൽ വർക്ക് ചെയ്യുന്നു. ഹരിതകർമ്മയിൽ വർക്ക് ചെയ്യാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം? ഗംഭീരമാണോ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നു. ഇതേപോലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ അവിടെ വരാറുണ്ട്? ഉണ്ട്. ഇവർക്കൊക്കെ ജോലി കിട്ടിയാൽ അവിടെ നമ്മുടെ അടുത്ത് വരണം അല്ലേ? വരണം, തീർച്ചയായിട്ടും വരണം. ഓക്കെ. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ ചേച്ചി? 45 സെക്കൻഡ് സമയം ഇവർക്ക് കിട്ടേണ്ട ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് ആണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. എന്താണ് നമുക്കൊന്ന് കാണാം. ഉത്തരം കണ്ടുപിടിക്കാൻ എല്ലാവരും ഇത്തിരി ബുദ്ധിമുട്ടിയത് കൊണ്ട് ടാസ്ക് ഞാൻ വളരെ എളുപ്പമുള്ള ഒരു ടാസ്ക് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കൈ ഇങ്ങനെ പുറകിൽ കെട്ടിക്കൊണ്ട് ഈ സ്ട്രോ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു 10 തീപ്പെട്ടി അപ്പുറത്തെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. ശേഷം എന്താണെന്ന് അറിയാലോ? യെസ്, എക്സാക്ട്ലി. അത്രേ ഉള്ളൂ പരിപാടി. 45 സെക്കൻഡ് സമയമുണ്ട്. റെഡ് റിബണിലുള്ള ഇഷ്ടമുള്ള സാധനം എടുക്കുക. കയ്യിൽ ഒതുങ്ങുന്ന സാധനം എടുത്ത് ഇറങ്ങിക്കോ കേട്ടോ. ഓക്കെ. റെഡി? ഓടൂ, തിരിഞ്ഞു വരൂ, നേടൂ. ഗോശീല, ഗോ. ചേച്ചി ഇവിടെ 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 ഓടിവാ ഓടിവാ. 10 തീപ്പെട്ടി. ഓക്കെ, 1. വെരി ഗുഡ്. 2. ഓക്കെ. ചേച്ചിയുടെ കൈ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട് അല്ലേ? 3. 4. 5. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. 5ാമത്തെ വീണില്ല കേട്ടോ. അയ്യോ, ഞാൻ ഇതിന് 4 എണ്ണമാണ് കൺസിഡർ ചെയ്യുന്നത്. 4, 5, 6, 7. ഓക്കെ, 8. 2 എണ്ണം കൂടി 9, 10. 10ആയി. അപ്പൊ ഗിഫ്റ്റ് എടുത്ത് പൊയ്ക്കോ. റെഡ് റിബൺ കെട്ടിട്ടുള്ള മാക്സിമം എടുത്തോ. റെഡ് റിബൺ. ഓക്കെ ചേച്ചി, സമയമുണ്ട് ചേച്ചി. സമയം ഉണ്ടായിരുന്നു. എടുത്തിട്ട് താഴെ ഇട്ടിട്ട് പോയല്ലോ. ടെൻഷൻ അടിച്ചു പോയി. അയ്യോ, തേപ്പൊട്ടി തെറ്റാതെ എടുത്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററും 2 ചൂടാക്കണ സാധനങ്ങളാണ്. കലക്കി. കൺഗ്രാലേഷൻ ഷീല. അപ്പൊ നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി ജയിച്ചു വന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇവരോടാണ് നന്ദി പറയണ്ടേ. ഇവര് തെറ്റിച്ചോണ്ടാ നമുക്ക് കിട്ടിയത് കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? നിങ്ങൾക്കൊക്കെ അറിയില്ലായിരുന്നു ഉത്തരം? കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിന്റെ കേരള കലോത്സവത്തില് ഒരു വിഭാഗമാണ് എന്ന് പറയുന്നത്. ചിലപ്പോ അത് കൂടുതലായിട്ടുണ്ടാവാ. ആ സംഭവം കൂടുതൽ കേരള കലോത്സവത്തിൽ കോട്ടയം മധ്യ കേരളം ആയതുകൊണ്ടാണ്. നമുക്കിനി അവസരം ഉണ്ടല്ലോ. വലിയ സമ്മാനങ്ങൾ കിട്ടട്ടെ കേട്ടാ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20. രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ വിജയകരമായി ഇവിടെ പൂർത്തിയായി. റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്നു. വളരെ രസകരമായിട്ടുള്ള റൗണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ചോദ്യങ്ങൾക്ക് ടോപ്പിക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 6 ടോപ്പിക് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ചൂസ് ചെയ്ത് അതിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 45 സെക്കൻഡ് സമയം നിങ്ങൾക്ക് നിലവറയിൽ കിട്ടും. അവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പക്ഷെ സാധനങ്ങളല്ല എടുത്തുകൊണ്ട് വരേണ്ടത്. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു മിസ്റ്ററി ബോക്സ് ആണ്. 4 മിസ്റ്ററി ബോക്സ് ഇവിടെ ഉണ്ടാവും. ആ 4 മിസ്റ്ററി ബോക്സിൽ 2 എണ്ണം പോസിറ്റീവ്, 2 എണ്ണം നെഗറ്റീവ്. 2 പോസിറ്റീവ് ബോക്സിൽ കിടിലം സമ്മാനങ്ങൾ,
2 നെഗറ്റീവ് ബോക്സിൽ. ഒരെണ്ണം ഒന്നുമില്ല, പേടിക്കുകയല്ല, ഒന്നും ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഒന്നും പോയില്ല, ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തത് ഹാൻഡ് ഓവർ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് ഓപ്പോസിറ്റ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഒരിക്കൽ ഇവിടെ വന്നിട്ടുള്ളത് ഹാൻഡ് ഓവർ ടു ദ ഓഡിയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഓഡിയൻസിന് പോകും, ചിലപ്പോ ഹാൻഡ് ഓവർ ബാക്ക് ടു മീ. ഞാൻ എടുത്തിട്ടു. അപ്പൊ പോലെ ആദ്യം ആർക്ക് വേണം? എന്തായാലും കഴിഞ്ഞതിൽ അവരൊന്നും കിട്ടാതെ പോയതല്ലേ, അപ്പൊ അവർക്ക് കൊടുക്കാം ഫസ്റ്റ് ചോയ്സ് അല്ലേ? അപ്പോ ചോയ്സ് ഓഫ് ടോപ്പിക്സ്: കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഏത് വേണം? കേരള ചരിത്രം PSC ലിത്രയൊക്കെ നോക്കുന്നതാ. ആനുകാലികം, കറന്റ് അഫയേഴ്സ്, സാഹിത്യം ഒരു കുന്തം അറിയില്ല, കായിക സ്പോർട്സ് എല്ലാം അറിയോ? ആലോചിച്ച് നോക്കൂ, ഏത് എടുക്കാം? കേരള ചരിത്രം. കേരള ചരിത്രം വളരെ ബോൾഡ് മൂവ്. കേരള ചരിത്രം ഹരിതനെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ്. ആവണിയുടെ ധൈര്യത്തിൽ. ചരിത്രത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണോ? PSC പഠിക്കാറുണ്ട്, ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആണല്ലേ? പരിചയമുട്ട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കേരള ചരിത്രത്തിൽ നല്ല പിടുത്തമുണ്ടെന്ന് മനസ്സിലായി. നമുക്ക് അതുകൊണ്ടാ പഴയതറിയാമോ അല്ലേ? അപ്പോ കേരള ചരിത്രത്തിലെ ചോദ്യം നോക്കാം. സെന്റ് ആഞ്ചലോ കോട്ട, കവടിയാർ കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം എന്നീ ചരിത്ര പ്രധാനമുള്ള കെട്ടിടങ്ങൾ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഉറപ്പാണ്. കേരള ചരിത്രം ഒന്നും വേണ്ട അല്ലേ? അതല്ല, കിളിമാനൂര് തിരുവനന്തപുരം, കവടിയാർ തിരുവനന്തപുരം, അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത്. പിന്നെ സെന്റ് ആഞ്ചലോ അത് അവിടെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് മാത്രം കോഴിക്കോടാണെന്നൊരു സംശയം. അല്ല, കിളിമാനൂർ കൊട്ടാരം ഒക്കെ വന്നപ്പോ തിരുവനന്തപുരം തന്നെയാണ്. ഉറപ്പിക്കാണ്. ഇത്രയും ധൈര്യമായിട്ട് ഇതുവരെ ഹരിത പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഉറപ്പിക്കാം. നന്നായല്ലേ? കേരളത്തിൽ പിടിച്ചു. പിന്നെ ചരിത്രം മാത്രമല്ല, നമുക്കിത് വർത്തമാനം കൂടിയാണ്, കാരണം ഇതെല്ലാം നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ? ഇനി 45 സെക്കൻഡ് സമയമുണ്ട് നിലവറയ്ക്കുള്ളിൽ. മിസ്റ്ററി ബോക്സ് എടുക്കുമ്പോ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എന്താണ് ടാസ്ക് എവർക്കുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് മീനാക്ഷി ഓൾ സെറ്റ്? നമ്മൾ ഈ ഏർലി 2K കിഡ്സ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമ്മൾ 2K കിഡ്സ്. താങ്ക് യു. ഞാൻ മില്ലേനിയൽ കിഡാ, അപ്പൊ അങ്ങനെ പറയാം. താങ്ക് യു. ഓ അങ്ങനെ, സോറി, ഞാൻ അവിടെ ഉള്ളവരെയും കൂടെ ഉദ്ദേശിച്ച് അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ 2Kയുടെ എന്തായാലും ഞാൻ ഗെയിം പറയാം ചേട്ടാ. അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു ടോയ് ഉണ്ട്, ഇത് ഞാൻ ഇങ്ങനെ ഓൺ ആക്കും. പാട്ട് കേൾക്കുന്നില്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് ഒരു ഫിഷിനെ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അത്രേ ഉള്ളൂ. റെഡി? ഹരിതല്ലേ പോകാൻ പോണേ? പോണോ? ഹരിതയ്ക്ക് മീൻ പിടിച്ച് ശീലമുണ്ടോ? ഇല്ല. ചൂണ്ടയിട്ട് ശീലമുണ്ടോ? ഇല്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. മീൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ചൂണ്ട ഇട്ടു എന്ന് പറഞ്ഞപ്പോഴേ. ഓക്കെ, ശരി. റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. ഇവിടെ മീൻകുട്ടികൾ കാത്തിരിക്കുകയാണ്. ഒറ്റ മീൻ പിടിച്ചാൽ മതി, എളുപ്പമുള്ള ടാസ്ക് ആണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. തീർത്തിരിക്കുകയാണ് കുട്ടി. ഏത് വേണം? നടുക്കത്തെ വേണോ, അച്ചത്തെ വേണോ, ഏത് വേണമെങ്കിലും എടുക്കാം. സമയം ഒരുപാടുള്ളത് കൊണ്ട് കൺഫ്യൂസ്ഡ് ആയല്ലേ? അറിയില്ല ഇതിലെന്താന്ന് അറിയാം, പറയാം. വരൂ. അസലായിട്ട് കളിച്ചല്ലോ. ഇത് അറിയാല്ലേ, നേരത്തെ കളിച്ചിട്ടുള്ള കളിയാണ്. ചൂണ്ടയിടുന്നത് നന്നായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരൊറ്റ മീൻ പിടിച്ചാൽ മതി എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ച ഒരു 3-4 മീൻ പിടിക്കേണ്ടി വരും എന്നുള്ളത്. ഒന്ന് മതിയായിരുന്നു. ഒരെണ്ണമെങ്കിലും ചൂണ്ടയെ കുടിക്കാൻ മതി എന്നാണ്. അതെ. വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഇനി ഹാൻഡ് ഓവർ ആണെങ്കിൽ തന്നെ കുറച്ച് ഗ്രോസറി സാധനം കൊടുത്തിട്ട് പോകുന്ന പാടല്ലേ ഉള്ളൂ. മഞ്ചും മാഗി ഒക്കെ കൊടുക്കണ്ടേ? അതൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷേ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അവിടെ 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. അപ്പൊ നമ്മുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം അത് ഒരുപാട് ടൈം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഹരിതയ്ക്ക് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ടൈം കൂടുതൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടും. കാരണം ചോയ്സ് 4 എണ്ണം ഉണ്ടല്ലോ, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൂടും. ടൈം ഇല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടി എടുത്തോണ്ട് കൂടും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഹരിത ഇങ്ങനെ നോക്കി നിന്നൊക്കെ എടുത്തപ്പോ എനിക്ക് തോന്നിയത് ഇതാവാം. ചിലപ്പോ നല്ലതിനാവാം, ചിലപ്പോ മോശമാവാം. ഇത്തവണ കിട്ടിയിരിക്കുന്നത് പക്ഷെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ.
കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അങ്ങനെ അവരുടെ ഫസ്റ്റ് ടോപ്പിക് എടുത്തതും ഭയങ്കര ബോൾഡ് ആയിരുന്നു. കേരള ചരിത്രം എടുത്തു, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അടിപൊളി, സൂപ്പർ. സൗമ്യ, സഞ്ജന, ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയുള്ളത് 3 ബോക്സാ. അതിൽ അതായത് 4 ഉണ്ടായിരുന്നില്ല, നല്ല ഒരെണ്ണം ഇങ്ങ് വന്നു. അപ്പൊ അതിൽ 2 മോശമാണ്, ഒരെണ്ണേ ഉള്ളൂ നല്ലത്. അത് തന്നെ കിട്ടട്ടെ എന്ന് എല്ലാ ആശംസകളും. നമുക്ക് ചോയ്സ് ഓഫ് ടോപ്പിക്സ്. കേരള ചരിത്രം പോയി, ഇനി അതില്ല. ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഇതിലേത്? സിനിമ. ഇന്ത്യൻ സിനിമ അല്ലേന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു ഉത്തരം വന്നില്ലല്ലോ. ഇന്ത്യൻ സിനിമ തന്നെ എടുക്കാം അല്ലേ? ഇന്ത്യൻ സിനിമ അല്ലെ, എന്തായിരുന്നു എന്നെ എടുക്കാൻ താല്പര്യം? അല്ല, ഞാൻ നോക്കിയത് ഏതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ത്യൻ സിനിമ തന്നെ. ഇന്ത്യൻ സിനിമ. ശാസ്ത്ര സാങ്കേതികം ഒക്കെ അല്ലേ? ആയിരുന്നില്ലേ? ശരി, ഇന്ത്യൻ സിനിമ അല്ലെ? ഇന്ത്യൻ സിനിമയെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ജീവചരിത്ര സിനിമയുടെ റിലീസോടനുബന്ധിച്ച് ഝാർഖണ്ഡിലെ ജവഹർ വിദ്യാമന്ദിറിന് 2016 സെപ്റ്റംബർ 30 അവധി പ്രഖ്യാപിച്ചു? ഞാൻ പറയാം, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, നമ്മുടെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ജീവചരിത്രം അത് സിനിമയായ ദിവസം, ആ റിലീസിന്റെ ദിവസം ഝാർഖണ്ഡിലെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. അതിന്റെ രഹസ്യമായിട്ട് ചോദിക്കാതെ പറയൂ, ഉത്തരം പറയൂ. MS ധോണി. MS ധോണിയാണോ? ഉറപ്പാണ്? MS ധോണിയാണെന്ന് ഉറപ്പിക്കുന്ന കാര്യം? ക്രിക്കറ്റ് താരത്തിന്റെ പേരില് അങ്ങനത്തെ സിനിമ ഉണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ട്? MS ധോണിയുടെ സിനിമ. പുള്ളി എവിടെ നിന്നാണെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആള് ഹിന്ദിക്കാരനാണല്ലോ. ഹിന്ദിക്കാരൻ പാടില്ല, ജാർഖണ്ഡിൽ നിന്നായതുകൊണ്ട്. അതെ, ആള് ഹിന്ദിക്കാരനാണല്ലോ. അപ്പോ MS ധോണി എന്നുള്ളതാണ് ഉത്തരം. ശരിയായോ? ശരിയാണ്, ഇപ്പോഴും വിശ്വാസം. അപ്പൊ ആരാ പോകുന്നത് ഇതിനകത്ത് കളിക്കാൻ? സഞ്ജന പോകും. നല്ല ബോക്സ് കൊണ്ടുവരണേ. ഓക്കെ, സഞ്ജന പോകുന്നതിന് മുമ്പ് ഗെയിം എന്താന്ന് നോക്കാം. അവിടെ തൊപ്പിയെ കുറിച്ച് ഒരാൾ നിപ്പുണ്ടല്ലോ. ഇത് അടുത്ത ടാസ്കിലെ പ്രോപ്പർട്ടിയാണ് മുതിൻ ചേട്ടാ. അതായത് ഈ തൊപ്പി ഇങ്ങനെയല്ല, ഞാൻ വെച്ചപ്പോ അങ്ങനെ വെച്ചാണ്. പക്ഷെ നിങ്ങൾ വെക്കുമ്പോ ഇങ്ങനെ വെക്കണം കേട്ടോ. ഈ ബോളിന് ഒരു വളരെ വലിയ പേർപ്പസ് ഉണ്ട്. കാരണം ഈ കപ്പ് അടുക്കി വെക്കലാണ് ടാസ്ക്. പക്ഷെ കൈ ഉപയോഗിക്കാൻ പാടില്ല. ബോൾ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു കപ്പ് അപ്പുറത്തെ ടേബിളിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കാൻ. ഓ പൊളി. യെസ്. ഓ മൈ ഗോഡ്. യു ക്യാൻ യൂസ് യുവർ ഹാൻഡ്സ്, അല്ലെങ്കിൽ ബോൾ വിട്ടുപോരില്ലല്ലോ. മീനാക്ഷി പൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ചേട്ടാ, ഞാൻ ഇത്തിരി ഇമ്പ്രൂവ് ആയില്ലേ? നന്നായിട്ട്. അങ്ങനെ അവിടെ വെളിയിൽ അപ്പുറത്തോട്ട് വെച്ചാ പോരാ. പോരാ. അങ്ങനെ 5 എണ്ണം അടുക്കി വെക്കണം. യെസ്, സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. സഞ്ജന, ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ പോയ മാനം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ്. അപ്പോ ഓടൂ, വാരൂ, നേടൂ. ഓടിവാ. കൈ യൂസ് ചെയ്യരുത്. ഓക്കെ, വെരി ഗുഡ്. അപ്പുറത്തെ ടേബിൾ വെക്കുക. യെസ്. കൈ യൂസ് ചെയ്യരുത്. റിമൂവ് ചെയ്യാൻ. വെരി ഗുഡ്. യെസ്. ഓക്കെ. തിരിച്ചെടുക്കുമ്പോ മാത്രം കൈ എടുക്കാം, അല്ലാതെ കൈ യൂസ് ചെയ്യരുത്. നോ. ഇപ്പൊ കൈ ഉപയോഗിക്കാൻ പാടില്ല. വെരി ഗുഡ്. 7, 6, 5, 4, 3, 2, 1. വെരി വെൽ പ്ലേഡ് സഞ്ജന, വെരി വെൽ പ്ലേഡ്. അടിപൊളിയായിട്ട് കളിച്ചേട്ടാ. നമ്മളെ അവസാനം വരെ ടെൻഷൻ അടിപ്പിച്ചു, പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചു. ആ സൗമ്യ ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഇവിടെ വരുന്നുണ്ട് നമ്മളിപ്പോ കേട്ടിട്ട് കേട്ടോ. ആ ഹാർട്ട് ബീറ്റ് എവിടെ അറിയാമോ? ചെണ്ടേക്കാൾ ഉയർത്തി കേൾക്കാറുണ്ട് കേട്ടോ. പോയി നിന്നോളൂ, ഞാൻ നോക്കാം. നോക്കട്ടെ. ടി വി മതിയല്ലേ? ഈ കുട്ടിക്ക് ഇന്ന് ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് സൗമ്യാണല്ലേ തീരുമാനിച്ചത് ഈ കുട്ടിയെ. അമ്മേ, മകളെ ഓർത്തൊരു അഭിമാനം തോന്നുന്നില്ലേ ഇപ്പൊ? ഇതെങ്ങനെ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പ്രൊഡിക്ട് ചെയ്തു ഈ ബോക്സിനകത്തുള്ള ഒരു ടെലിവിഷൻ? കലക്കി വന്നപ്പോ മുതല് ടി വി എന്ന് പറയുന്നത് എന്താ കാര്യം? ഫ്രണ്ടിൽ തന്നെ
തിളങ്ങി നിൽക്കേണ്ടത്. അല്ലാതെ അത് ആവശ്യം ഉണ്ടായിട്ടല്ല, കണ്ടപ്പോ ഒരു കൊതി തോന്നി എടുക്കുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലുള്ളത് തന്നെ കിട്ടി. ആണ് അമ്മേ. ഇപ്പൊ മകളെ ഓർത്തൊരു അഭിമാനം തോന്നില്ലേ? നല്ല അഭിമാനമുണ്ട്. ആണല്ലേ? ആ, അതിലെന്തോ ഒരു കുള്ളി പറയുന്നു. സഞ്ജന കലക്കി, സൂപ്പർ. സഞ്ജന, നമ്മളിത് മറുപടിയാണ്. നമ്മളെ കളിയാക്കാക്ക, നീയൊക്കെ പോയി ഒരു TV കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറയും കേട്ടോ. സൂപ്പർ ആയില്ലേ? സൂപ്പർ. അപ്പൊ അങ്ങനെ വിജയകരമായി നമ്മൾ 3ാമത്തെ റൗണ്ടും പിന്നിട്ടിരിക്കുന്നു. ഓക്കെ, ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001900156 8000800120. റൗണ്ട് 4, പവർ ഓഫ് 2. 2-ലുണ്ട് നേട്ടം. This is an elimination round. ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരു ടീം മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ടീമും മുന്നോട്ട് പോവില്ല. കാരണം ഈ റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെഗാ പ്രൈസ് റൗണ്ട് വരുന്നത്. റെഡി? 2 പേർക്കും രണ്ട് ടീമിനും 2 ചോദ്യം ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ കളിയുടെ അവസാനിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ ജനിച്ച് സ്വെത്ലാന എന്ന പേരുണ്ടായിരുന്ന ഏത് നടിയാണ് പിന്നീട് സുബ്രഹ്മണ്യപുരം, ആമേൻ, നോർത്ത് 24 കാതം തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തയായിരുന്നു? ആലോചിച്ച് നോക്ക്, സിനിമയുടെ പേരുകൾ പറയാം. ഇപ്പൊ നമ്മുടെ ആ പറഞ്ഞ ഫസ്റ്റ് 2 ഡയലോഗ് വിട്ടോ, അതായത് റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിലാണ് ജനിച്ചതെന്നുള്ളതും സ്വെത്ലാന എന്നായിരുന്നു പേരെന്നുള്ളതും ഒക്കെ വിട്ടേക്കും. പകരം 3 സിനിമകളുടെ പേര് പറയാം. അതായത് ആമേൻ, നോർത്ത് 24 കാതം, സുബ്രഹ്മണ്യപുരം. ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചു. പറയൂ പ്രസീത, ടേക്ക് എ ചാൻസ്. സ്വാതി അങ്ങനെ എന്തൊരു പേരല്ലേ? ആവാം. എന്ത് രീതിയിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു? അല്ല, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഏത് രീതിയിലാന്ന് പറഞ്ഞു? രംഗനാഥല്ലേ? ചോദിച്ചു. സ്വാതി രംഗനാഥൻ. സ്വാതി രംഗനാഥൻ എന്നാണ് ഉത്തരം പറയണേ. തെറ്റം. സ്വാതി എന്നുള്ളത് പാതിയാണ്, ആ പാതി ശരിയാണ്. പക്ഷെ ഇനി ബാക്കി പാതിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേക്കട്ടെ. സ്വാതി പ്രിയ ഇവള് പറഞ്ഞ നിങ്ങൾക്കറിയാലേ ഉത്തരം? ഓഡിയൻസിന് അറിയാം. അറിഞ്ഞൂടെ? സ്വാതിക്കയോ? അത് ശ്വാസിക, അത് വേറെ. സ്വാതി ഗാഡിയ. ആരാണ്? 5, 4, 3. സ്വാതി ഷെട്ടി. ഷെട്ടിയല്ല, കുറച്ചെടുത്തത്. സ്വാതി സിംഗ്. സ്വാതി റെഡ്ഡി അല്ലേ? കറക്റ്റാണ് ഉത്തരം. പക്ഷെ കാര്യമില്ലല്ലോ, നേരത്തെ അത് പറ്റില്ല കേട്ടോ, അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് റെഡ് തന്നതല്ലേ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇനി ചാൻസ് ഉള്ളത് അവർക്കല്ലേ. തന്നേക്ക്, പാവങ്ങളാ. പോയിട്ട് കാര്യമില്ല. ഒരു 1/2 പോയിന്റ്. 1.5 പോയിന്റ് വെച്ച് പോകാൻ പറ്റില്ലല്ലോ. സ്വാതി റെഡ്ഡി. സ്വാതി റെഡ്ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഫെൻസ് സിറ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് തത്തുല്യമായ മലയാളം ശൈലി ഏതാണ്? ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ഫെൻസ് സിറ്റേഴ്സ്. ഐ എം ഓൺ ദ ഫെൻസ്, ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട്. പറഞ്ഞു. വേലി കിടക്കണ പാമ്പിനെ ഒന്ന് പാമ്പിനെടുത്ത് തലേ വെച്ചെന്നോ അങ്ങനെ എന്തോ? വേലി കിടക്കണ പാമ്പിനെ എടുത്ത് തലേ വെച്ചു. അങ്ങനെ ഒരു ഇതല്ലേ, കഴുത്തിലിട്ടു. അത് തെറ്റാണ്. അല്ല, വഴി ഫെൻസ്. അതുകൊണ്ടാണ് വേലി എന്ന് പറഞ്ഞല്ലേ. ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറയുന്നതല്ലോ എന്റെ അർത്ഥം. അത് തെറ്റാണ് ഉത്തരം. യോ ചാൻസ്. ഭയങ്കര എളുപ്പമല്ലേ? ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറയുമ്പോ എന്താണ്? ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയാറില്ലേ? ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്, ഐ എം ലിറ്ററലി ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയും. സഞ്ജന, എവിടെ നമ്മളിങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ നേരത്തെ അവര് വേലിന്ന് എടുത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻസ് എന്നുള്ളത് കേട്ടപ്പോഴാണ് അവർ വേലി എടുത്തത്. അപ്പൊ അതുപോലെ ആലോചിച്ച് നോക്ക്, അവർ ശരിക്കും പറഞ്ഞാൽ പോയ ഇത് റൂട്ട് മാറിപ്പോയെന്നുള്ളേ ഉള്ളൂ.
പക്ഷെ അവര് പറഞ്ഞതുപോലെ അതൊരു പ്രയോഗമാണ് നമ്മളെല്ലാരും പറയുന്നത്. ഈ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയെ വെച്ചു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാതെ കിടക്കുന്ന ഒരു വയ്യാവേലി എടുത്തു വെച്ചു. അതായത് വഴിയെ പോയ ഒരു വയ്യാവേലി നമ്മൾ സ്വന്തമാക്കി എടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ അല്ലല്ലോ, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഫെൻസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെൻസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞ എന്താണ്, അവിടെ ഇല്ല ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനൊരു ഒരു പ്രയോഗമല്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കേട്ടോ. 5 4 3 2 1 ഓഡിയൻസിന് ഉത്തരം അറിയാം അല്ലെ? നമുക്ക് ഉത്തരം പറയാം. എന്നാ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇനിയിപ്പം ചാൻസ് തരാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞോട്ടെ. പറഞ്ഞു ഈ ധർമ്മസങ്കടത്തിലാണ് എന്ന് വല്ലതാണോ? അല്ലല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഫെൻസിറ്റേഴ്സിന് ഒരു ഇതും കൂടി വേണ്ടേ, അതിനൊരു കറക്റ്റ് ലൈനും കൂടി വേണ്ടേ? മനസ്സിലായില്ല. ഫെൻസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പോഴും ഒരു തീരുമാനം തെറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാലാണ് ഫെൻസിറ്റേഴ്സ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇനി ഷോ അവസാനിപ്പിക്കാനുള്ള സമയം. രണ്ടുപേരും അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെ. Take care and bye everyone.